അതെ മാഡം, ഞങ്ങൾ പാലക്കാട്ടുകാരാണേ. തിരിച്ചെത്തുമ്പോ അവിടെ ചെന്ന് ഞങ്ങൾക്ക് പറയാലോ, ഞങ്ങൾ മാഡത്തിന്റെ അടുത്തുനിന്നാ പൊങ്കാലയിട്ടേന്ന്. ആ അമൃതേടത്തി, ഞാനും സഹായിക്കാം. മാറ ശ്യാം അവിടെ നിന്ന് ഞാൻ ഇതൊക്കെ ശരിയാക്കിക്കോളാം. കഴിഞ്ഞോ? ആ കഴിഞ്ഞു. പ്രിയ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എനിക്ക് ഒരു പൊങ്കാല നേർച്ച ഉണ്ടായിരുന്നു. ഞാനൊരു പൊങ്കാല ഇട്ടോട്ടെ? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. തൽക്കാലം എന്നെ സഹായിച്ച് ഒതുങ്ങിക്കൂടി അവിടെങ്ങാനും നിന്നാ മതി. പിന്നെ ഇയാളിപ്പോ പൊങ്കാല ഇട്ടില്ലെങ്കിൽ ദേവിക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? മോളെ, പൊങ്കാലയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ. ദേവിക്ക് അതൊന്നും ഇഷ്ടാവില്ല. ഇവിടെ നിന്ന് അഹങ്കരിച്ചാലേ ദേവി ഉടനടി ആ അഹങ്കാരം തീർക്കും. ഞാൻ നിങ്ങളോട് വല്ലതും ചോദിച്ചോ? നിങ്ങളാരാ ദേവിയുടെ മൊത്തം കച്ചവടക്കാരിയോ? ആരഹങ്കരിക്കണം, ആര് തീർക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ? മര്യാദയ്ക്ക് വന്ന ജോലി ചെയ്യും. എന്താ ഇത്? ചേച്ചിയാ ഇതിനൊക്കെ കാരണം. ഇനി ഇത് തീരുന്നത് വരെ എന്തൊക്കെ സഹിക്കേണ്ടി വരുമോ? വല്ലാത്ത അഹങ്കാരം തന്നെ. എങ്ങനെയുണ്ട്? മോൾക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാലോ. ഒന്ന് മാറുന്നേ. വെറുതെ തൊട്ട് അശുദ്ധമാക്കണ്ട. ഞാൻ ചെയ്തോളാം. അല്ലേ, മനുഷ്യരിങ്ങനെയുണ്ടോ? കിട്ടിയാലും പഠിക്കില്ല. എന്താ നിങ്ങക്ക്? അയ്യോ, ഞങ്ങൾക്കൊന്നുമില്ലേ. മനുഷ്യർ അമ്പലപ്പറമ്പിലേക്ക് എത്തുന്നത് തന്നെ ധിക്കാരോ അഹങ്കാരോ മാറ്റിവെച്ചോണ്ടാ. ഒരു കാര്യം ഉറപ്പാ, ഇനി അഹങ്കരിച്ച ഇനിയും കിട്ടും. ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, കുറെ നേരമായി അവരൊരുമാതിരി വർത്തമാനം തുടങ്ങിയിട്ട്. പ്രിയ, സംസാരിക്കാൻ പോണ്ട. എന്ത് വേണ്ടെന്ന്? സൂക്ഷിച്ച്, പൈപ്പുള്ളത് നോക്കണം. ഇനി എന്നെ ഉപദേശിക്കാൻ നിന്നാലുണ്ടല്ലോ, പറഞ്ഞു വിടും ഞാൻ. മാലിനി, അവിടെ നമ്മുടെ ഗായിക ശ്യാമ പൊങ്കാല ഇടുന്നുണ്ട്. ആണോ? ഇനി കാണാൻ പറ്റില്ലല്ലോ. പൊങ്കാല പൂജിച്ച് കഴിയട്ടെ, ഒന്ന് പോയി കാണണം, ഫോട്ടോ എടുക്കണം. ശ്യാമ